ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലൊരു ജോലി, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള അപേക്ഷിച്ചിട്ടുള്ള ഒരു ജോലി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ അതിനെ സംബന്ധിച്ചുള്ള ഗൈഡൻസുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 ഗ്രൂപ്പാണുള്ളത്. ഒന്നില്ലെങ്കിൽ തമ്മിലിൽ നിന്ന് 3 ചിത്രങ്ങളുണ്ട്, അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണുന്ന 3 കാർഡുകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റേത്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഓക്കെ, അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓൾറെഡി യെസ് ഓർ നോ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓരോ ഗ്രൂപ്പിനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരേ കാർഡ് ആയതുകൊണ്ടാണ് ഞാനത് മുകളിലായിട്ട് വെക്കാത്തത്. അപ്പോൾ ഇനി നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു യെസ് ഓർ നോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടൈം ഫ്രെയിം ചെയ്യുമ്പോഴൊക്കെ അതൊരു സാധ്യതയാണ്. ഓക്കെ, ഒരു സമയം, ഒരു സാധ്യതയാണ് പറയുന്നത്. പോസിബിൾ ടൈം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് നമ്മളവിടെ പറയുന്നത്. ഒരിക്കലും പ്രഡിക്ഷൻസ്, അത് ഒരാൾക്കും ഒരു പ്രഡിക്ഷനും കോൺക്രീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്. ഓക്കെ, അതിപ്പോൾ ആസ്ട്രോളജി എടുത്താലും നിങ്ങൾക്കറിയാം, ഒരു സാധ്യതകളാണ് അവർ പറയുക. അത് നമ്മുടെ ഡിസിഷൻസ് നമുക്ക് വരുമ്പോൾ, നമുക്കൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരേ കാര്യത്തിനെ സംബന്ധിച്ച് മൾട്ടിപ്പിളായിട്ട് ടൈം ഫ്രെയിം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഏതാണോ റെസിനേറ്റ് ചെയ്യുന്നത് ചൂസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതിലേതാ ശരിയെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അത് എനിക്ക് കിട്ടുന്ന ഒരു പോസിബിലിറ്റി ആയിരിക്കില്ല വേറൊരു റീഡറിന് കിട്ടുക. ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ജനറൽ ഗൈഡൻസ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന ചില ആളുകൾക്ക് അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല, ഇതൊരു കോൺക്രീറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ല, അതിൽ മാറ്റങ്ങൾ വരാം. നമ്മൾ അതിനോട് പെട്ടെന്ന് അലൈൻഡ് ആകുന്നതിനനുസരിച്ച് അത് വേഗം, പറഞ്ഞ സമയത്തിനേക്കാൾ വേഗം നടക്കാനും, മുൻപേ നടക്കാനും, അല്ലെങ്കിൽ പറഞ്ഞ സമയം കഴിഞ്ഞ് നടക്കാനും സാധ്യതയുണ്ട്. അത് നമ്മളെടുക്കുന്ന ആക്ഷൻസ്, നമ്മുടെ എനർജി, ഇതെല്ലാം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യാനുള്ള സമയം തരികയാണ്. നിങ്ങൾ ഈ ഒരു സമയം വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ തംബ്നെയിലിൽ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു ജോലി അല്ലെങ്കിൽ ആ പ്രൊമോഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. കിട്ടും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് വളരെ ഒരു പ്രാധാന്യം ഉണ്ട് അവിടെ. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസത്തോടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ ഇരിക്കുന്നു അതനുസരിച്ചിട്ടാണ് ഈ നടക്കാനുള്ള സാധ്യതയും എന്ന് എടുത്ത് കാണുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ജോലി അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസാണ് എടുക്കേണ്ടത്, ഇതിനെ സംബന്ധിച്ച് ഈ ഒരു കാര്യവുമായി എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് കാണുന്നു. ഓക്കെ, അതായത് നിങ്ങൾ ഇതിന് റെഡിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു ശരിയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, പക്ഷേ അത് കിട്ടുമെന്നൊരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ അത് എന്തായാലും ലഭിക്കും എന്നുള്ളൊരു ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജ് കിട്ടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സംശയമാണ്, ഇതെനിക്ക് ശരിയാവോ, ഇത് എൻ്റെ ശരിയായ തീരുമാനമാണോ, ഇനി എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുമോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഒരു ഡൗട്ടൊക്കെ വരിക. ഓക്കെ, അതിപ്പോൾ ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടുമെന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് വേണോ, അത് ശരിയാവോ, അങ്ങനത്തെ ഒരു ചിന്തകൾ, അതിൽ നിന്ന് പിന്മാറാൻ ഒരു ടെൻഡൻസി, അത് ഒരു നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്, നിങ്ങൾക്ക് അതായത് നിങ്ങളതിന് തയ്യാറല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എന്തൊക്കെയോ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് ലഭിക്കുന്നതിനായിട്ട് എന്നുള്ള നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു തോന്നലാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്ത അതിനെ മാറ്റുക. നിങ്ങൾ തയ്യാറായതുകൊണ്ടാണ് നിങ്ങൾ തയ്യാറാകുമ്പോഴേ നിങ്ങൾക്ക് ആ ജോബ് പ്രൊമോഷനും അല്ലെങ്കിൽ ആ ജോലിയും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും തലകുത്തി നിന്നാലും നിങ്ങൾക്ക് അത് കിട്ടില്ല. കാരണം നിങ്ങൾ അതിനോട് എനർജറ്റിക്കലി അലൈൻഡ് അല്ല, നിങ്ങൾ അതിന് തയ്യാറല്ല എങ്കിൽ യൂണിവേഴ്സ് അത് ഒരിക്കലും നിങ്ങൾക്ക് തരില്ല. ഓക്കെ, അതാദ്യം തന്നെ മനസ്സിലാക്കാനായിട്ട് പറയാണ്. പിന്നെ ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോഴും, ഏതൊരു
എന്തൊരു ചോയ്സ് നിങ്ങൾ നടത്തുമ്പോഴും, ഈ ഒരു ജോബിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജോബ് പ്രൊമോഷനെ സംബന്ധിച്ചോ എന്തൊരു ചോയ്സ് നിങ്ങൾ നടത്തുമ്പോഴും വളരെ സ്വസ്ഥമായിട്ടിരുന്ന് വളരെ ശാന്തതയോടെ തീരുമാനങ്ങൾ എടുക്കുക. ധൃതി വെച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വളരെ അടുത്ത കൂട്ടുകാരുണ്ട് എന്ന് കാണുന്നു. നിങ്ങൾക്ക് വളരെ അടുക്കം, അതായത് നിങ്ങൾക്ക് നല്ലത് വരണം എന്ന ഒരു പോസിറ്റീവ് ഇൻറ്റൻഷനുള്ള, ജെന്യുവൻലി ആ ഒരു ഇൻറ്റൻഷനുള്ള ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ വ്യക്തികൾ നിങ്ങൾക്കറിയാം അവരാരെന്നുള്ളത്. നിങ്ങൾക്കൊരു ഡൗൺ ഫോൾ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്താത്ത, നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന, നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കാത്ത കുറച്ച് ആളുകൾ, വളരെ കുറച്ച് ആളുകളുണ്ട്. അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ ഒരു കോൺഫിഡൻസ് കുറവോ വരുമ്പോൾ അവരോട് സംസാരിക്കാൻ പറയുന്നു. കാരണം അവരുടെ ആ ഒരു എനർജി, അവരുടെ ആ ഒരു വേർഡ്സ്, അവരുടെ ആ ഒരു എൻകറേജിങ് വേർഡ്സ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ജോലി അത് നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല ഇതുവരെ, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ ഈ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും പ്രിയപ്പെട്ട ആളുകളുണ്ടല്ലോ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്ന് കാണുന്നു. അവരിലൂടെ നിങ്ങൾക്ക് ആ ജോബിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്ന് കാണുന്നു. അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് നല്ല നല്ല ടിപ്സ് സജഷൻസ് പറഞ്ഞുതരും. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു നിങ്ങൾക്ക് 100% വർക്കൗട്ട് ആവുന്ന സജഷൻസ്, അതിപ്പോൾ ആ ജോബ് കിട്ടാനാണെങ്കിലും ജോബ് പ്രൊമോഷൻ കിട്ടാനാണെങ്കിലും ഈ ആളുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് പറയുന്നത്. പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിൽ നിന്ന് ഫോക്കസ് മാറരുത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ജോലി, അപ്പോൾ ആ ജോലി തന്നെ വേണം, അതിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ആ ലക്ഷ്യത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പ് വേണം. ഇന്നൊരു ലക്ഷ്യം നാളെ വേറെ, അങ്ങനെ പാടില്ല. ഇപ്പോൾ ഒരു ജോലി, പ്രത്യേകിച്ച് ഒരു കമ്പനിയിലെ ഒരു പൊസിഷനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എത്രത്തോളം സ്പെസിഫിക് ആകാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. അതാണ് പറയുന്നത്. അത്രയും പ്രത്യേകിച്ച് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും സ്പെസിഫിക് ആയിട്ട് പോകാനാണ് എപ്പോഴും പറയുക. അതേസമയം നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസയർ പറയുന്നതിനോടൊപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയോട് പറയണം, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ എനിക്ക് ഇതിനേക്കാൾ നല്ലതാണ് ഡിസേർവ് ചെയ്യുന്നത് എങ്കിൽ അത് സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ അതേസമയം നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഡിസയർ എന്താണെന്ന് യൂണിവേഴ്സിനെ അറിയിക്കുന്നതിനോടൊപ്പം യൂണിവേഴ്സ് നമ്മൾക്ക് ഒരുക്കിയിട്ടുള്ളത് അതിനേക്കാൾ നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് എന്നുകൂടെ അറിയിക്കുകയാണ്. അതെപ്പോഴും ഓർക്കുക. നിങ്ങളോട് ഇവിടെ പറയുന്നത് ആ ഒരു ജോലി കിട്ടുന്നതിന് അല്ലെങ്കിൽ ആ ജോബ് പ്രൊമോഷനായിട്ട് അത് നടത്തുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഡെഫിനറ്റ്ലി ഉണ്ട്. അതിൽ നിങ്ങൾ ഫുള്ളി ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതായത് ഈ ഒരു സമയം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വളരെ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട കുറച്ച് ആളുകളുണ്ട്, വളരെ കുറച്ച് ആളുകളാണ്, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവരോട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പല സജഷൻസും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പരിചയമുള്ള ആളുകളുണ്ടായിരിക്കും ഒരു പക്ഷേ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരിലൂടെ അങ്ങനെ കണക്ട് ചെയ്തിട്ട് റെഫറൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് കിട്ടാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോബ് പ്രൊമോഷൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിൽ, അപ്പോൾ നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ ഈ പ്രിയപ്പെട്ടവർക്ക് അറിയുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനും എന്തൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ സ്കിൽസാണ് ഏൺ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, നിങ്ങൾക്ക് ആ ഒരു അറിവുകളൊക്കെ കിട്ടാനായിട്ട് സഹായകമാകും. അപ്പോൾ ഈ വ്യക്തികൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വളരെ അടുത്ത ആളുകളാണ്. അവരെ നിങ്ങൾ ഒരുപാട് ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ഇത് ഡിസ്കസ് ചെയ്യണം, അവരുമായി മാത്രമേ ഇത് ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സെയിം ലെവലിലായിരിക്കില്ല, ചിലപ്പോൾ അതിന് തൊട്ട് താഴെ എന്നുള്ളതാവും കിട്ടുക. ആ തൊട്ട് താഴെയാണ് കിട്ടുന്നത് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, അതിന് തള്ളി കളയാൻ പാടില്ല. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊട്ട് താഴെയാണ് കിട്ടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിപ്പോൾ അതിനോടാണ് ലാൻഡ് ആയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ അതിലേക്ക് എത്തും. നിങ്ങളുടെ ലക്ഷ്യം എവിടെയാണോ അവിടേക്ക് നിങ്ങൾ വൈകാതെ തന്നെ എത്തും. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, നിങ്ങൾ ഇന്ന ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ നിങ്ങളൊരു സീനിയർ പൊസിഷനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കും, ഒരു സീനിയർ സ്പെഷ്യലിസ്റ്റ് പൊസിഷനാണ് ആഗ്രഹിക്കണതെന്ന് വിചാരിക്കുക. നിങ്ങൾ അതാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിനാണ് അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ അവർ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കഷന് ശേഷം അവർ പറയാണ് സ്പെഷ്യലിസ്റ്റ് പൊസിഷന് നിങ്ങൾ ഒരു ആപ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, അപ്പോൾ ഞങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് പൊസിഷൻ ഓഫർ ചെയ്താൽ നിങ്ങൾ അത് സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് സീനിയർ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ, അപ്പോൾ ഈ സ്പെഷ്യലിസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജൂനിയറാണ്, അപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയാൻ പാടില്ല. അത് സ്വീകരിക്കുക. കാരണം അവിടെ ആ ഒരു വഴി അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തുന്നത്. അത് നിങ്ങളുടെ ഒരു വേ ആണ്. യൂണിവേഴ്സ് അവിടെ ഒരു വഴി തുറന്നു തരികയാണ്, നിങ്ങളത് സ്വീകരിക്കണം. ഇതുപോലെ തന്നെ ജോബ് പ്രൊമോഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു സ്പെഷ്യലിസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ സീനിയർ സ്പെഷ്യലിസ്റ്റ് പൊസിഷനിലേക്ക് എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊമോഷൻ ഒരു സ്പെഷ്യലിസ്റ്റ് പൊസിഷനിലേക്ക് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അതൊരു ലാറ്ററൽ മൂവ് അങ്ങനെ ആയിരിക്കും, വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാവും നിങ്ങൾ പോവുക.
ഓക്കെ, നിങ്ങൾ സെയിം ഡിപ്പാർട്ട്മെന്റ് ആവില്ല, വേറെയിലേക്ക്, കാരണം നിങ്ങൾക്ക് ആ ഒരു ടാലന്റ് ഉണ്ട് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിന് തൊട്ട് താഴെയായിരിക്കാം. പക്ഷെ അത് വിചാരിച്ച് നിങ്ങളിത് വേണ്ടെന്ന് വെക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു വഴിയിലൂടെ കൊണ്ടുപോകുന്നതിനൊരു കാരണം ഉണ്ടായിരിക്കും. അതെന്താന്നുള്ളത് നിങ്ങളത് സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നിങ്ങളെടുക്കുന്ന ആ ഒരു കഷ്ടപ്പാട് അതെന്തായാലും യൂണിവേഴ്സ് അത് അക്നോളജ് ചെയ്യും എന്ന് മനസ്സിലാക്കും. യെസ്, നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എപ്പോഴും കാണിക്കണം. നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ജോബ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ നിങ്ങൾ അവിടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജി എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ നടന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ നല്ല നല്ല കാര്യങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഈശ്വരനോട് നന്ദി പറയണം. ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കാനും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക. അതും കരിയറിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു ജോബ് പ്രൊമോഷൻ അത് ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തമ്മിലെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നു, നിങ്ങൾ ആ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ജോബ് പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ധൈര്യമായിട്ട് ആ ഒരു ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, അതെന്തായാലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ലഭിക്കുന്നതിനായിട്ട്, അതിനോട് അലൈൻഡ് ആകുന്നതിനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കുറച്ച് സമയമെടുക്കും എന്ന് കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയമെടുക്കും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ക്ഷമ അത്യാവശ്യമാണ്, ഡെഡിക്കേഷൻ അത്യാവശ്യമാണ്. നിങ്ങൾ ഇതിൽ തന്നെ ഫുള്ളി ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. വേറെ ഒന്നിലേക്കും നിങ്ങൾ എന്താ പറയുക ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. കുറച്ച് നിങ്ങളുടെ ക്ഷമേനെ കാര്യമായൊന്ന് പരീക്ഷിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ സ്റ്റേജിലായിരിക്കാം. കാലങ്ങളായിട്ട്, കുറച്ചധികം നാളുകളായിട്ട്, ചിലപ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്താ പറയുക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ക്ഷമ അത്രയും പരീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതാണ് നിങ്ങളോട് പറയുന്നത്. ആ ഒരു നിങ്ങളുടെ ക്ഷമ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. അപ്പോൾ ഇതൊരു കൺഫർമേഷനാണ്. നിങ്ങൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഉള്ളിൽ തോന്നലുണ്ടാവും, ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോകണോ, ഇത് വേണ്ടാന്ന് വെക്കാം, ഇതാവില്ല ചിലപ്പോൾ എനിക്കുള്ള ആ ഒരു ജോലി, അല്ലെങ്കിൽ ഈ ഒരു പ്രൊമോഷൻ ഒന്ന് കിട്ടാൻ പോകില്ല, വേറെ ജോലിക്ക് ശ്രമിക്കാം എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളോട് പറയാണ് അങ്ങനെ വിട്ടുകളയരുത്, നിങ്ങളുടെ ലക്ഷ്യത്തിന് വിട്ടുകളയരുത്. നിങ്ങൾക്ക് എന്തായാലും ഇത് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് എല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എടുക്കുന്ന ആക്ഷൻസ്, ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയുന്നു. ഞാൻ കേൾക്കുന്നത് യുവർ ഹാർഡ് വർക്ക് വിൽ ബി റിവാർഡഡ്. നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ കഠിനാധ്വാനത്തിന് എന്തായാലും അതിന് തക്ക പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളതിൽ ഒരിക്കലും സംശയിക്കാൻ പാടില്ല എന്ന് പറയുന്നു. നമുക്ക് കിട്ടിയ കാർഡ് നോക്കൂ, സ്റ്റാർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വിഷ് ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ നിങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ, ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, റിസൾട്ട് ഇല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു സ്ട്രെസ്സും, നിങ്ങൾക്ക് ഒരു തരത്തിലൊരു പോസിറ്റീവ് എനർജി ഇല്ലാത്തത് കാരണം നിങ്ങൾ കുറച്ചുകൂടി സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ എടുത്ത തീരുമാനം ശരിയാണോ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, ഇതൊക്കെ നിങ്ങൾക്കൊരു ടെൻഷനാണ് ഉള്ളത്. ആ ടെൻഷനിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നു. ആ ടെൻഷൻ്റെ ആവശ്യമില്ല. മാത്രമല്ല അണ്ടർലൈങ് എനർജി നോക്കി 6 of Swords ആണ്. പരമാവധി ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ആ ജോലി പെട്ടെന്ന് കിട്ടാനോ അല്ലെങ്കിൽ ആ പ്രൊമോഷൻ പെട്ടെന്ന് കിട്ടാനോ പോണില്ല. ഓക്കെ, അതേസമയം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കുക, ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. ഇതെന്തായാലും എനിക്ക് കിട്ടും, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്, അപ്പോൾ അത് വെറുതെ ആയിരിക്കില്ല, എനിക്കത് എന്തായാലും കിട്ടും. നിങ്ങൾ ഈ ഒരു ജോലിക്ക് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് ശ്രമിച്ചു തുടങ്ങിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അല്ലേ. അതിന് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എഫേർട്ട് എടുത്ത് തുടങ്ങിയത്. അതെപ്പോഴും ഓർക്കുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നേടിയെടുക്കുക. അതായത് നിങ്ങൾക്ക് ഇതെന്തായാലും
നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സ്, സോൾ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾ ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഈ ജോലിയിലേക്ക് നിങ്ങൾ എത്തുന്നതോ അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സജഷൻ തരുന്നതോ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഒരാളായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒരാളായിരിക്കാം. ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടിപ്പ്, ഒരു സജഷൻ തരുന്ന കുറച്ച് ആളുകളുണ്ട്, 2-3 പേരുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ സോൾ ട്രൈബ് മെമ്പേഴ്സാണ്. അവരിലൂടെയാണ് നിങ്ങൾ ഇതിലേക്ക് എത്തുന്നത്. ഓക്കെ, മാത്രമല്ല ഈ ഒരു ജോലിയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ജോലി അല്ലെങ്കിൽ ജോബ് പ്രൊമോഷൻ ശരിയാണ്, നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എന്താ പറയുക, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു കെയർ ചെയ്യാതിരിക്കുക, ഓക്കെ, കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യാതിരിക്കുക, അത് പാടില്ല. ലൈഫിൽ ആ റുട്ടീൻ കൃത്യമായി ഫോളോ ചെയ്യുക. സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എന്താ പറയുക, ജോബ് പ്രൊമോഷൻ അത് വേണ്ട തന്നെയാണ്. പക്ഷേ ആ ഒരു ഓവർ വർക്ക് പാടില്ല. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം. ഓക്കെ, ബ്രേക്ക് എടുക്കേണ്ട സമയത്ത് ബ്രേക്ക് എടുക്കുക തന്നെ വേണം. എല്ലാത്തിനും ഉപരി നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണം. ഇത് എനിക്ക് പറ്റും, എനിക്ക് ലഭിക്കും, എന്തായാലും കിട്ടിയിരിക്കും, എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം വേണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു റുട്ടീൻ വേണം. അതായത് നിങ്ങൾക്ക് ഈ ജോബ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ജോബ് പ്രൊമോഷൻ കിട്ടുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും ഇല്ലേ? ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ദിനചര്യകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവണം. എഴുതി വയ്ക്കും, നിങ്ങളുടെ ദിനചര്യ എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് എഴുതി വയ്ക്കുക. അതിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത് പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോഴേ ഫോളോ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ആ ഒരു ജോബ് പ്രൊമോഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചില റുട്ടീൻസ്, ദിനചര്യകളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് ഇപ്പോഴേ ചെയ്തു തുടങ്ങാം. അതൊക്കെ അപ്പോൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സബ് കോൺഷ്യസ്ലി നിങ്ങൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഓൾറെഡി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള അല്ലെങ്കിൽ ജോബ് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അത് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് നിങ്ങളെ എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു യൂണിവേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി അത് ലഭിച്ചു കഴിഞ്ഞു, അതായത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ഒരു ബിലീഫാണ് നിങ്ങൾ സബ് കോൺഷ്യസ്ലി ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, യൂണിവേഴ്സിനോടും പറയുന്നത് അതാണ്, എനിക്കത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ആ ഒരു വിശ്വാസം യൂണിവേഴ്സിലുണ്ട് നിങ്ങൾക്ക്, അതായത് എന്തായാലും എനിക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടാക്കുന്നതിനും അതുമാത്രമല്ല സബ് കോൺഷ്യസ്ലി ആ ഒരു ബിലീഫ് വരുന്നതിനും ഈ ഒരു കാര്യവുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നതിനും ഈ ഒരു ടിപ്പ് ഈ പറഞ്ഞ കാര്യം സഹായിക്കും. ഓക്കെ, പിന്നെ മുന്നോട്ട് എപ്പോഴും പ്രോഗ്രസീവ് ആയിട്ടുള്ള തോട്ട്സ് മാത്രം എൻകറേജ് ചെയ്യുക. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജോബ് പ്രൊമോഷൻ ഇതൊക്കെ സംബന്ധിച്ച് നല്ല നല്ല ചിന്തകൾ, പുരോഗതി ഉള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള തോട്ടുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാം. ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക, താഴോട്ട് പോകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പിന്നാക്കം പോകുന്ന തരത്തിലുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും ജോബ് പ്രൊമോഷനായിട്ട് ശ്രമിച്ച് നിങ്ങൾക്ക് കിട്ടാതിരുന്നിട്ടുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം അത് കഴിഞ്ഞു പോയതാണ്, അതിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു ജോബ് പ്രൊമോഷൻ, ആ ജോബിൻ്റെ കാര്യത്തിലൊക്കെ ഇനി നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അതുമായിട്ട് കൂടുതൽ അലൈൻഡ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക, വർക്ക് ചെയ്യുക. അല്ലാതെ കഴിഞ്ഞു പോയതിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ തന്നെ ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് എന്നാൽ അത് കിട്ടിയില്ലല്ലോ, ഇതിന് മുന്നേ എത്രയോ ഞാൻ കഷ്ടപ്പെട്ടതാണ്, അത് കിട്ടിയില്ല, ഇപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എന്താണ് എൻ്റെ ലൈഫ് മാത്രം എങ്ങനെ, എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അത് കിട്ടുന്നുണ്ടല്ലോ, നിങ്ങളുടെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യാണ് മറ്റുള്ളവരുടെ ലൈഫായിട്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അവരവരുടെ ലൈഫിൽ കടന്നു പോന്നിട്ടുള്ള സ്ട്രഗിൾസ് നമുക്കറിയില്ല. ഇനി അവരുടെ ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടാവില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ജേർണി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഒരേ ഏജ് ആയതുകൊണ്ട് എല്ലാവർക്കും ആ പറയുന്നൊരു ഏജിൽ തന്നെ ജോലി കിട്ടുന്നുണ്ടോ? ഇല്ല. ചിലർക്ക് അതിന് നേരത്തെ കിട്ടുന്നു, ചിലർക്ക് അത് ഒരുപാട് കഴിഞ്ഞ് കിട്ടുന്നു, ചിലർക്ക് ആ കൃത്യം ഏജിൽ കിട്ടുന്നു. പക്ഷെ അത് കിട്ടുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ ലേറ്റായി കിട്ടുന്ന ആൾക്കാർക്കും ഏറ്റവും അടിപൊളി ജോലി കിട്ടുന്നത്. ഓക്കെ, നേരത്തെ കിട്ടുന്ന ആൾക്ക് കുറച്ച് ഹാർഡ് വർക്കിംഗ് ആണ്, അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്താലാണ് അവർ വിചാരിക്കുന്ന ആ ഒരു പ്രോഗ്രസ്സിലേക്ക് എത്താൻ പറ്റുന്നത്. പല എനർജി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും ജോലിയായി അവർ വളരെ സ്റ്റേബിളായി പോകണമെങ്കിൽ എന്താ പറയുക, അവർക്ക് ജോലി കിട്ടി, അപ്പോൾ അവർക്ക് അവരുടെ കഴിവ് കൊണ്ടാണ് കിട്ടിയത്, അപ്പോൾ എനിക്ക് കഴിവ് കുറവായിരിക്കും, ഇങ്ങനത്തെ ചിന്തകളൊക്കെ വെറുതെ നമ്മളിങ്ങനെ കൊണ്ടുവരികയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഒട്ടും പാടില്ല. നിങ്ങളുടെ ലൈഫ്, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിലുള്ള ഗ്രോത്ത് ദയവ് ചെയ്ത് മറ്റൊരു വ്യക്തിയുടെയുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിപ്പോഴേ തന്നെ നിങ്ങൾ മാറ്റണം എന്ന് പറയുന്നു.
പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡാണ് ക്യൂൻ ഓഫ് കപ്സ്. നിങ്ങളോട് പറയുന്നത് സെൽഫ് ലവ്. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു കരുതലും ആ ഒരു സപ്പോർട്ടും നൽകുക. എന്നെക്കൊണ്ട് എന്തായാലും സാധിക്കും, എനിക്കതിനുള്ള കഴിവുണ്ട്, ഓക്കെ, എനിക്ക് ആ ഒരു കഴിവുള്ളത് കൊണ്ടാണ് ഈ ഒരു ജോലിയോട് എനിക്കൊരു ആകർഷണം തോന്നിയത്, അല്ലെങ്കിൽ ഈ ഒരു ജോബ് പ്രൊമോഷൻ നേടിയെടുക്കണം എന്നൊരു ശക്തമായ തോന്നൽ ഉണ്ടായത് അതിനുള്ള അർഹതയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാനൊന്ന് മനസ്സ് വെച്ച് അതിനായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ എനിക്കത് എന്തായാലും കിട്ടിയിരിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം വേണം. ആ ഒരു സ്നേഹവും കരുതലും സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ഈ ഒരു ജോബുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെയാണ്. ഓക്കെ, ചില സമയത്ത് നിങ്ങൾക്ക് ശക്തമായൊരു തോന്നലുണ്ടാവും, ഒരാളെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ജോബ് കാണുമ്പോൾ ഇന്ന ജോബ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അവരോടൊന്ന് സംസാരിച്ച് നോക്കണം. ആ ഒരു തോന്നലുകൾ നിങ്ങൾ ചിന്തിച്ചെടുക്കുന്നതല്ല, നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കൂ. എന്താണോ ആ തോന്നൽ വരുന്നത്, നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചിന്തകൾ എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തമ്മിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പൈലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ജോബ് പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പക്ഷേ പറയുന്നത് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം എന്നാണ്. ഓക്കെ, യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിക്കാൻ പറയുന്നു. ഇതെങ്ങനെ സംഭവിക്കും, എപ്പോൾ സംഭവിക്കും എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചിരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസ് ഫോളോ ചെയ്യുക, ഗൈഡൻസസ് ഫോളോ ചെയ്യുക. ആ ഒരു പ്രതീക്ഷയോടെ പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക ബെസ്റ്റ് കേസ് സിനാരിയോ ഇമാജിൻ ചെയ്ത് അത് മാനിഫെസ്റ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് യൂണിവേഴ്സിൽ വിശ്വസിച്ച് പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കാൻ പ്രത്യേകം പറയുന്നു. ഇനി ഈ ഒരു ജോബ് അല്ലെങ്കിൽ ജോബ് പ്രൊമോഷൻ നിങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ അതിനോട് എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമേ പറയുന്നത് ഇതുവരെ നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ നടക്കാതെ പോയിട്ടുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു, അതോർത്ത് നിങ്ങൾ ഇപ്പോഴും വിഷമിക്കുകയാണ്. ആ ഒരു ടെൻഡൻസി, ആ ഒരു രീതി നിങ്ങളുടെ അത് അവസാനിപ്പിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് വന്നൊരു കാർഡ് നോക്കൂ, ബ്ലാങ്ക് കാർഡാണ്. ഇതെന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ആ ജോലി എങ്ങനെ കിട്ടും, ആ ഒരു കൺട്രോളിങ് ടെൻഡൻസി വളരെ കൂടുതലാണ്. നിങ്ങളോട് ആ ഒരു സറണ്ടർ ആവാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം അതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. ഭാവിയിൽ നടക്കാൻ പോണതിനെയാണെങ്കിൽ പോലും അതെപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, ആര് മുഖേന നടക്കും, എങ്ങനെയാണ് സംഭവിക്കുക, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, അതിപ്പോൾ പ്രിപ്പയർ ആയിരിക്കാനാണ് നിങ്ങളത് നോക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു കംപ്ലീറ്റ് സറണ്ടറിങ് പൊസിഷനാണ്. ഇപ്പോൾ നിങ്ങൾ സറണ്ടർ ആകുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യൂ. ഭാവി ഇപ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുക അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിരിക്കും ഉത്തരം. നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല എങ്ങനെയാണ് സംഭവിക്കുക, എന്താ സംഭവിക്കുക എന്നൊന്നും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളധികം എന്ത് ചെയ്യാൻ പാടില്ല, സ്ട്രെസ് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള നാളുകളാണ് വരാനിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സംതൃപ്തി തരുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം, അത് സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതിനെ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ബ്ലാങ്ക് ആണ്. ഓക്കെ, അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും. ആ ഒരു സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കണം. യൂണിവേഴ്സിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രൊമോഷൻ എനിക്ക് എന്തായാലും കിട്ടും. അതെങ്ങനെ, എപ്പോൾ, അതെല്ലാം യൂണിവേഴ്സിന് അറിയാം. യൂണിവേഴ്സ് അത് വേണ്ട രീതിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതെനിക്ക് ഉറച്ച വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം നിങ്ങൾ വളർത്തിയെടുക്കണം. ഈ ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ആയിരിക്കേണ്ടതും നിങ്ങളുടെ ചുറ്റും ഉണ്ടാവേണ്ട വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ആ ആളുകളുടെ ഇടയിൽ കൂടുതൽ സമയം ചിലവഴിക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങൾക്ക് നല്ലത് വരരുത് അല്ലെങ്കിൽ നിങ്ങളോട് അസൂയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ആയിട്ടൊരു അകൽച്ച പാലിക്കുക. പിന്നെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക.
ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡിൻ്റെ ഗൈഡൻസിൽ പറഞ്ഞ പോലെ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങളെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, കൂടുതൽ ആ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൂടുതൽ പവർഫുൾ ആകുന്നത്. ഓക്കെ ഓക്കെ ചില അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവിൽ നിങ്ങൾക്ക് ആ ഒരു അവസരം യൂസ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടാകാം. ആ അവസരങ്ങൾ പലതാവാം. ചിലപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് സ്കില്ലിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം, അവരോട് എൻ്റെ ഈ ഒരു ആഗ്രഹത്തിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതായിരിക്കാം. ഓക്കെ, അത് ചെയ്യാനാണ് പറയുന്നത്. ആ ഒരു തോന്നലുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാം. ഈ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് കാണുന്നു. ഈ ഒരു സ്റ്റാഗ്നൻസിയിൽ നിന്ന് നിങ്ങളിപ്പോൾ ഓവർ തിങ്ക് ചെയ്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാതെ ഒരു സ്റ്റക്ക് പൊസിഷനിലാണെന്ന് തോന്നുന്നത്. നിങ്ങൾ അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്ര സ്റ്റക്കല്ല എന്നുള്ളതും, പിന്നെ ഈ ഒരു നിങ്ങൾ ഹീൽ ചെയ്യാത്തൊരു പാസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിന് അത്രയും വിഷമം ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാനും നിങ്ങളുടെ ഈ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടെ കൂടുതൽ ഫോക്കസ് ചെയ്യാനും ഈ വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങൾക്ക് സഹായകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം, ഒരു സ്വസ്ഥത ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്തപ്പോൾ ഈ ഒരു എന്താ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭയങ്കര ഒരു ട്രിഗറിങ് ടെൻഡൻസി ആണെങ്കിൽ കാണുന്നത്. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് ദേഷ്യം വരും. കാരണം നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രെസ്ഡ് ആണ്. ആ സ്ട്രെസ്ഡ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ഈ ആളുകളൊക്കെ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. കാരണം അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഈ ഒരു ലക്ഷ്യത്തിനെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കാനും ഒക്കെ ഒരു പ്രതീക്ഷയോടെ, ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ആക്ഷൻ എടുക്കാനായിട്ട് ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇവരുടെ ഒരു സാന്നിധ്യം, ഇവരുടെ ഒരു പ്രസൻസ്, ഇവർ പറയുന്ന വാക്കുകൾ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കോൺഷ്യസ്ലി ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പക്ഷേ സബ് കോൺഷ്യസ്ലി നിങ്ങളെ നന്നായിട്ട് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് ഇവർ. ആ ആളുകളെ നിങ്ങൾക്കറിയാം. അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിൻ്റെ ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും നിങ്ങളുടെ ലക്ഷ്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം എന്നൊരു തോന്നലും ആ ഒരു എന്താ പറയുക, എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമൊക്കെ നിങ്ങൾക്ക് കൂടുന്നത്. ആ ആളുകളായിട്ട് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കുറച്ചൊരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതായത് ഇത് നേടിയെടുക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തുകൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നു, അതെല്ലാം നിങ്ങളുടെ തോന്നലാണ്. അതായത് എനിക്ക് അതിനുള്ള കഴിവില്ലാന്നോ, അല്ലെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ലാന്നോ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാന്നോ, എന്താണ് നിങ്ങളുടെ തോന്നൽ? അതായത് ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന പൊസിഷൻ അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പ്രിഫറബിളി ഈ പെർട്ടിക്കുലർ ഡിഗ്രി ഉള്ളത് പ്രിഫറബിളി ആണ്, അതുണ്ടെങ്കിൽ നല്ലത് എന്നുള്ളത്. അതിനർത്ഥം നിങ്ങൾക്ക് ആ ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അതിനെ കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ആ കഴിവ് എന്താ പറയുക ബൈ ബർത്ത് ഉള്ള ആളുകളുണ്ടാവും, ആ ഒരു കഴിവ് നാച്ചുറലി ഉള്ള ആളുണ്ടാവും. അങ്ങനത്തെ ഒരു വ്യക്തിയാകും നിങ്ങൾ. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, ഈ ജോബ് അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാരണങ്ങൾ, അതെല്ലാം നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. അത് റിയാലിറ്റി അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതാണ് റിയാലിറ്റി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ, എന്നാലൊരു നിങ്ങളെടുക്കുന്ന ഹാർഡ് വർക്കിന് ഒരു റിസൾട്ടും കാണുന്നില്ല. അപ്പം നിങ്ങൾക്ക് തോന്നണം ശരിയാണ്, അതിൻ്റെ ചിന്തകൾ ശരിയാണ്, ഇത് എനിക്കുള്ളതായിരിക്കില്ല, ഞാനിത് ഡിസേർവ് ചെയ്യുന്നുണ്ടാവില്ല, ഇതെൻ്റെ ക്വാളിഫിക്കേഷന് അനുസരിച്ചിട്ടല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അവർ പറയുന്ന സ്കിൽസ് ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും, ഇന്നതുകൊണ്ടായിരിക്കും, ഈ കാരണം കൊണ്ടാവും കിട്ടാൻ സാധ്യതയില്ലാത്തത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് കാരണങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളുടെ ചിന്ത മാത്രമാണ്. ഓക്കെ, ആ ചിന്തകളിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരണം. ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഇനി സാധിക്കുള്ളൂ. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ്ലി ഫീഡ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? EFT ടാപ്പിംഗ് പോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങളത് റിലീസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊമോഷനോട് ഒരു ആകർഷണം തോന്നിയതും നിങ്ങൾ അതിനെ ശ്രമിക്കണം എന്ന് നിങ്ങൾ ആദ്യമായി ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണം ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ, ഈ ഒരു ജോലി എനിക്ക് വേണം, അല്ലെങ്കിൽ ഈ ഒരു പ്രൊമോഷൻ എനിക്ക് എന്തായാലും നേടിയെടുക്കണം. അതെന്തുകൊണ്ടാണ് അപ്പോൾ തോന്നാൻ കാരണം? നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട് എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ആ ഒരു കാര്യത്തിനായിട്ടൊരു അട്രാക്ഷൻ തോന്നുന്നതും അതിനായിട്ട് ശ്രമിച്ചു തുടങ്ങുന്നതും.
അത് ഓർക്കുക. ഇപ്പോൾ നിങ്ങൾ അതിനൊരു റിസൾട്ട് കണ്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റീസും പിന്നെ അനാവശ്യമായ ചിന്തകളും വന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണ് അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ക്വാളിഫിക്കേഷൻ ഇല്ല. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഓക്കെ, അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, ഒരു ഗൈഡൻസ് ലഭിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന ആ ഒരു വിശ്വാസത്തോടെ നിർത്തുകയാണ്. താങ്ക്